നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. വോയിസ് ഓഫ് ഡിസേബിൾഡ് തിരൂരങ്ങാടി ബ്ലോക്ക് കുടുംബസംഗമവും ഭിന്നശേഷി ദിനാചരണവും കൊടിഞ്ഞി തിരുത്തി GLP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. ചടങ്ങ് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT സാജിദ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭിന്നശേഷിക്കാരെയും ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടിയുള്ള അവകാശങ്ങളും ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കുന്നതിനും എല്ലാവിധ പിന്തുണയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി. ചടങ്ങിന് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കുടുംബത്തിലെ ഒറ്റപ്പെടുത്തലുകൾ, സമൂഹത്തിലെ അവഗണനകൾ, ഭാവിയിൽ ജീവിതം എന്താകുമെന്ന ആശങ്കയിൽ ഭിന്നശേഷിക്കാരായ മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടി വരുന്നു എന്നത് വേദനാജനകവും ആശങ്കാജനകവുമാണെന്ന് സ്വാഗത പ്രസംഗം നടത്തിയ ഷിഹാബ് ഓർമ്മപ്പെടുത്തി. നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എല്ലാ പഞ്ചായത്തിലും ഈ ഡിസബിൾഡ് ആളുകൾക്കുള്ള, ഭിന്നശേഷി ആളുകൾക്കുള്ള ബഡ്സ് സ്കൂളുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് നമ്മുടെ താനൂർ പ്രദേശത്തിൽ നിന്ന് ഒരു ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിക്കൊണ്ട് അമ്മ ആത്മഹത്യ ചെയ്യേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായത്. എന്താണ് അതിന് കാരണം? അമ്മക്ക് ആ കുട്ടിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? സ്നേഹം കൂടിയതിന്റെ പേരിലാണ്, അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ വന്ന ആശങ്കന്റെ പേരിലാണ് ഇങ്ങനെയുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ആര് നോക്കും, എൻ്റെ മക്കൾ ആര് സംരക്ഷിക്കും എന്നുള്ള ഒരു ചോദ്യം പൊതുസമൂഹത്തിനോട് ഉന്നയിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഭരണാധികാരികളായ ബ്ലോക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ ചിന്തിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ഭാഗമായ, ഇവിടെ ബുദ്ധിപരമായ വൈകല്യമുള്ളവര്, വളർച്ചയുള്ളവര്, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമുള്ള ഒരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവർക്ക് നാളെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ബഡ്സ് സ്കൂളുകൾ പോലെയുള്ള ഒരു ഡേ കെയർ സ്കൂൾ മാത്രം പോരാ. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ, മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ആളില്ലെങ്കിൽ തീവ്ര സംരക്ഷണം ഏറ്റെടുക്കാൻ ഇവിടുത്തെ പഞ്ചായത്തുകളും മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സന്നദ്ധരാവണം എന്ന് പറഞ്ഞുകൊണ്ട് നന്നമ്പ്ര പഞ്ചായത്തിൽ ബഡ്സ് സ്കൂളും റീഹാബിലിറ്റേഷൻ സെന്ററും തുടങ്ങാൻ വേണ്ട നടപടി പഞ്ചായത്ത് സ്വീകരിക്കുമെന്ന് നന്നമ്പ്ര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാപ്പുട്ടി പറഞ്ഞു. സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് റസീന ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കമ്മിറ്റി ഭാരവാഹികളായ റൈഹാലത്ത്, ഷെരീഫ്, നാദിയ, ജമുലൈസ്, മാലിക്, അസുമ, ഇസ്മായിൽ മൂന്നീർ തുടങ്ങിയവരും രക്ഷിതാക്കളും പങ്കെടുത്തു. തുടർന്ന് വ്യത്യസ്ത കഴിവുകൾ കൊണ്ട് പാട്ടും ഡാൻസുമായി കലയുടെ സ്വാദിഷ്ടമായ വിരുന്നൊരുക്കി മാലാഖ കുട്ടികൾ വേദിയും സദസ്സും നയന മനോഹരമാക്കി. I
ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒടിയിൽ പിച്ചു, ബ്ലോക്ക് മെമ്പർ സുഹറ ഷിഹാബ്, കമ്മിറ്റി അഡ്വൈസറി ബോർഡ് അംഗം ശശികുമാർ മാഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാർഡ് മെമ്പർ പി കെ റൈഹാനത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.